حكما وعلما وسخرنا مع داود الجبال يسبحن والطير وكنا فاعلين لا تظلمن إذا ما كنت مقتدرا فالظلم مرتعه يفضي إلى الندم تنام عينك والمظلوم منتبه يدعو عليك وعين الله لم تنمي ولمومة سيدنا ومولانا محمد കരുണാവാരിധിയായ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഈ മുഹറം മാസത്തിന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷം മുഴുവൻ അല്ലാഹു നമുക്ക് റാഹത്തും സന്തോഷവുമാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, BC 17-18 നൂറ്റാണ്ടുകളിൽ ഈജിപ്തിലെ ഭരണകൂടത്തിലെ വലിയ സ്ഥാനമാനം വഹിച്ചിരുന്നവരാണ് ഹെക്ബോസ് രാജവംശം അഥവാ മഹാനായ സയ്യിദുനാ യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വംശ പരമ്പര. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അവിടുത്തെ സഹോദരന്മാർ, അവരുടെ മക്കൾ അങ്ങനെ പെറ്റുപെരുകി വലിയ ഒരു രാജവംശമായി അവര് രൂപം കൊണ്ടു. അങ്ങനെ നല്ല സുന്ദരമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് BC 13-ാം നൂറ്റാണ്ടിൽ റംസീസ് രണ്ടാമൻ അധികാരത്തിൽ വരുന്നത്. ഫറവോൻ രാജവംശം അതായിരുന്നു അവരുടെ രാജവംശത്തിന്റെ പേര്. അവർ വന്നപ്പോൾ ഈ ഹെക്ബോസ് രാജവംശം അഥവാ ഇസ്രയേലുകാർ, ഒറിജിനൽ ഇസ്രയേലുകാർ, ജൂതന്മാരെന്നൊക്കെ നമ്മൾ വിളിക്കുന്നതിൽ ഏറ്റവും ഒറിജിനൽ ആയിട്ടുള്ളത് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ പരമ്പരയിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെ ഈ റംസീസ് രണ്ടാമൻ അധികാരത്തിൽ വന്ന സമയത്ത് ഇസ്രയേലുകാരായ ഫറവോൻ രാജവംശത്തിൽപ്പെട്ട ആളുകളെ അരുങ്കൊല ചെയ്യുകയാണ്. അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടേണ്ടി വരികയാണ്. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. തഫ്സീറുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാവുന്നതാണ്. ബൈബിളിന്റെ പുറപ്പാട് പുസ്തകം പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 1-ാം അധ്യായത്തിലെ 16 വരെയുള്ള വചനങ്ങൾ നോക്കിയാൽ അതിൽ ഇത് പ്രതിപാദിക്കുന്നതായിട്ട് കാണാവുന്നതാണ്. ഇയാള് ആദ്യമായിട്ട് ലോകത്ത് സെക്സ് ടൂറിസം നടപ്പാക്കിയത് ഇയാളായിരുന്നു. ആഡംബര നൗകകളിൽ മതോന്മത്തനായി പെണ്ണുങ്ങളോടൊപ്പം രമിച്ച് കഴിയുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു ഈ ഫിർഔൻ. അയാൾക്ക് 59 പെൺകുട്ടികളും 69 ആൺകുട്ടികളും ഉണ്ടായിരുന്നു. അത് കൂടാതെ പലരുമായിട്ട് അവിഹിത ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഫിർഔൻ. നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഇയാള് ഒരു ദിവസം ഈ ആഡംബര നൗകയിൽ കിടക്കുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുകയാണ്. കനാൻ ദേശത്ത് നിന്നൊരു നക്ഷത്രം വന്നുകൊണ്ട് തന്റെ കൊട്ടാരത്തിൽ പതിക്കുകയും കൊട്ടാരം നശിക്കുകയും ചെയ്യുന്ന ഒരു സ്വപ്നം. അങ്ങനെ ഇയാള് ജ്യോത്സ്യന്മാരെയൊക്കെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ ആരാഞ്ഞപ്പോൾ അവര് പ്രവചിച്ചു, കനാൻ ദേശത്ത് നിന്നുകൊണ്ട് ഒരാള് വരും, അയാള് കാരണത്താൽ നമ്മുടെ ഈ അധികാരങ്ങളൊക്കെ നഷ്ടപ്പെടും, രാജാവ് അദ്ദേഹത്തിന്റെ കയ്യാലെ കൊല ചെയ്യപ്പെടും എന്നുള്ളൊരു പ്രവചനം നടത്തുകയാണ്. അങ്ങനെ ജനിക്കുന്ന കുട്ടികളെ എല്ലാം കൊല്ലാൻ ഓർഡർ ഇടുന്നു.
ഒരു വർഷം ജീവിക്കാൻ അനുവദിക്കും, ഒരു വർഷം പിറ്റത്തെ വർഷം കൊല്ലും. ആ സമയത്ത് ജനിച്ചയാളാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരനായ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ ഇയാള് ഒരുപാട് അക്രമങ്ങൾ അഴിച്ചുവിട്ടു. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഇന്ന ഫിർഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയഅൻ യസ്തളഇഫു ത്വായിഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. ഇന്ന ഫിർഔന അലാ ഫിൽ അർദി വജഅല അഹ്ലഹാ ശിയഅൻ യസ്തളഇഫു ത്വായിഫതൻ മിൻഹും. രണ്ടാളുകളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള തന്ത്രം ബ്രിട്ടീഷുകാരല്ല ആദ്യം കൊണ്ടുവന്നത്. ആദ്യം കൊണ്ടുവന്നത് ഫിർഔനായിരുന്നു. ജനങ്ങളെ രണ്ട് ചേരിയായ ആളെ മാറ്റി, കനാൻ ദേശക്കാരെ മാറ്റി നിർത്തി. അതുപോലെ കിബുത്തികളെ, കോർച്ചിക്കുകളെ അവരെ മാറ്റി നിർത്തി. എന്നിട്ട് അവരുടെ ഇടയിൽ പരസ്പരം വർഗീയത ഇളക്കി വിട്ടു, ചേരികളാക്കി, സംഘർഷപൂരിതമാക്കി. എന്നിട്ടോ യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും. അവരിലുള്ള പുരുഷന്മാര് ജനിക്കുന്ന ആൺകുട്ടികളൊക്കെ കൊന്നൊടുക്കാൻ തുടങ്ങി, അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി. അതുപോലെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ പീഡനങ്ങൾക്ക് വിധേയമാക്കാൻ തുടങ്ങി. ഇങ്ങനെ ഫിത്നകളും ഫസാദുകളും ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, വനരീദു അൻ നമുന്ന അലല്ലദീന സ്തുദിഫു ഫിൽ അർളി വനജഅലഹും അയിമ്മതൻ വനജഅലഹുൽ വാരിസീൻ. നാട്ടില് ബലഹീനരായിരുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. വനജഅലഹും അയിമ്മതൻ, അവരെ നേതാക്കളാക്കി മാറ്റുകയാണ്. വനജഅലഹുൽ വാരിസീൻ. അല്ലാഹു തആല ഈ ഭൂമിയുടെ വിറാസത്ത്, ഈ ഭൂമിയുടെ അനന്തരാവകാശം അവർക്ക് കൂടെ അവകാശപ്പെട്ടതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെയാണ് വൗഹൈനാ ഇലാ മൂസാ അൻ അർളി ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യമ്മി വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി അറിയിക്കുകയാണ്. വഔഹൈനാ ഇലാ ഉമ്മി മൂസാ അൻ അർളി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നുവെന്നറിയുന്ന സമയത്ത് ആ ഉമ്മാക്ക് വല്ലാത്ത പ്രയാസം നേരിടുകയാണ്. കാരണം തന്റെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആൺകുട്ടിയായതിന്റെ പേരിൽ തന്റെ രാജാവ് കൊലപ്പെടുത്തുമല്ലോ. ആ ചിന്തയോടുകൂടി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മഹതിയായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതാവിനെ അല്ലാഹു തആല അറിയിക്കുകയാണ്. എന്താണെന്നറിയുമോ? വിഷമിക്കണ്ട. നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ മുല കൊടുക്കുക, നിങ്ങൾ ആ കുട്ടിക്ക് അമ്മിനെ കൊടുക്കുക. എന്നിട്ടോ അതിനുശേഷം ആ കുട്ടിയെ നിങ്ങൾ ഒരു പെട്ടി ഉണ്ടാക്കിയിട്ട് ആ പെട്ടിയിൽ നിങ്ങൾ ഒഴുക്കി വിടുക. വലാ തഹാഫി വലാ തഹ്സനി. ഏ ഉമ്മ, നിങ്ങൾ പേടിക്കണ്ടാട്ടോ, നിങ്ങൾ വിഷമിക്കണ്ടാട്ടോ. അല്ലാഹു പറയാണ്, ഇന്നാ റാദൂഹു ഇലൈകി. നിങ്ങളുടെ മകനുണ്ടല്ലോ, ആ മകനെ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ്. വജാഇലൂഹു മിനൽ മുർസലീൻ. വെറുതെയല്ല മോനെ തിരിച്ചയക്കുന്നത്, ഒരു പ്രവാചകനായിട്ട് അംബിയാ മുർസലീങ്ങളിൽ പെടുത്തിയാണ് ആ മോനെ നിങ്ങൾക്ക് തിരിച്ചു തരുന്നത്. അങ്ങ് കേട്ടപ്പോ ഉമ്മാക്ക് സന്തോഷമായി. ആ ഉമ്മ പാല് കൊടുത്തു. ജനിച്ച മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവ് ഇമ്രാൻ എന്നൊരു കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അങ്ങനെ ഉമ്മ ഒരു പെട്ടി ഉണ്ടാക്കിയിട്ട് ആ പെട്ടി ഇങ്ങനെ പുഴയിലേക്ക് ഇട്ടു. അത്ഭുതം എന്ന് പറയട്ടെ, അള്ളാഹുവിന്റെ ഹിക്മത്താണ്. സൂറത്തുൽ ഖസസിന്റെ 4-ാമത്തെ വചനം മുതൽ ഇങ്ങനെ തുടങ്ങിയിട്ട് മൂസാ നബിയുടെ ചരിത്രമാണ് സൂറത്തു ത്വാഹയിൽ കാണാം.
അതുപോലെ പല സ്ഥലങ്ങളിലും മൂസാ നബിയുടെ ചരിത്രം അല്ലാഹു പറയുകയാണ്. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നതെന്നറിയോ സഹോദരങ്ങളെ? അല്ലാഹു പറയുകയാണ്, ഫൽതഖതഹു ആലു ഫിർഔന ലിയകൂന ലഹും അദുവൻ വഹസനാ ഇന്ന ഫിർഔന വഹമാന വജുനൂദഹുമാ കാനൂ ഖാതീൻ. അവർക്ക് ശത്രുക്കളായിരുന്ന, ജനിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് കരുതിയിരുന്ന ആ കുട്ടിയെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഫറോവയുടെ ആളുകൾ തന്നെ പുഴയിൽ നിന്ന് കണ്ടെടുക്കുകയാണ്. അങ്ങനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുമ്പോഴോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ പരിശുദ്ധമായ ശരീരം കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ തിരുജസദങ്ങ് കണ്ടപ്പോ ഫിർഔനിന്റെ ഒരു വീക്ക്നെസ് തന്റെ ഭാര്യയായിരുന്നു ആസിയ. അപാര സൗന്ദര്യമുള്ള സ്ത്രീയായിരുന്നു ആസിയ. എന്ത് പറഞ്ഞാലും അതിന്റെ അപ്പുറത്തേക്ക് ഫിർഔൻ പോകുമായിരുന്നില്ല. ആസിയ പറഞ്ഞു, കാലത്തിമ്രഅതു ഫിർഔന ഖുർറത്തു ഐനിൻ ലി വലക് ലാ തഖ്തുലൂഹു അസാ അൻ യൻഫഅനാ ഔ നത്തഖിദഹു വലദാ വഹും ലാ യശ്ഉറൂൻ. ഈ കുട്ടിയെ നിങ്ങൾ കൊല്ലരുത് കേട്ടോ, നമുക്ക് കുട്ടികളൊന്നുമില്ലല്ലോ, നല്ല സുന്ദരനായ കുട്ടി, നമുക്ക് ഈ കൊട്ടാരത്തിൽ ഈ കുട്ടിയെ വളർത്താം. അങ്ങനെ അവസാനം ഫറോവ സമ്മതിക്കുകയാണ്. അങ്ങനെ കുട്ടിയൊക്കെ കൊട്ടാരത്തിലായി. പക്ഷെ കുട്ടിക്ക് മുല കൊടുക്കണമല്ലോ. ആ ഒരു അവസ്ഥ വന്ന സമയത്ത് മാതാവ് വല്ലാത്ത പേടിയോടുകൂടി ഭയവിഹ്വലമായ മനസ്സോടുകൂടി സജലങ്ങളായ കണ്ണുകളോടുകൂടി പ്രാർത്ഥനയോടുകൂടി കഴിഞ്ഞുകൂടുന്ന സമയത്ത് ഈ കുട്ടിയെ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ത്രീകൾ വരുമ്പോഴും കുട്ടി പാല് കൊടുക്കുന്നില്ല. അവസാനം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവ് ഇമ്രാൻ എന്നവരുടെ ഭാര്യ അവരെ കൊട്ടാരത്തിലേക്ക് വിളിക്കുകയാണ്. കുട്ടിക്ക് പാല് കൊടുക്കുന്നു, കുടിക്കുന്നു. കൊട്ടാരത്തിൽ നിൽക്കാൻ പറഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ പാവപ്പെട്ടവളാണ്. അപ്പൊ പറഞ്ഞു, എല്ലാ ദിവസവും നിനക്ക് ഓരോ സ്വർണ്ണ നാണയങ്ങൾ തരാം, നിന്റെ വീട്ടിലെ കുട്ടിയെ വളർത്തിക്കോ, കുഴപ്പമില്ല. പക്ഷേ എല്ലാ ദിവസവും കൊട്ടാരത്തിൽ ഒരു തവണ കൊണ്ടുവന്ന് കാണിക്കണം. അങ്ങനെ കൊണ്ടുവരും, ആസിയാ ബീവി ലാളിക്കും, അങ്ങനെ കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊട്ടാരത്തിൽ 30 വയസ്സ് വരെ വളരുകയാണ്. മൂസ എന്ന പേര് വരാനുള്ളതിന്റെ കാര്യം തന്നെ മഹാന്മാരായ ഇമാമിയങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര് ഖുർആനിൽ 69 സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളൂ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 25 സ്ഥലത്ത്. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര് 134 സ്ഥലത്താണ് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. മൂസ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് കിട്ടിയ ആളെന്നാണ്. വെള്ളത്തിൽ അറബികൾ മാ എന്നാണല്ലോ പറയാറുള്ളത്. എന്നാൽ കിബ്തികളെ സംബന്ധിച്ചിടത്തോളം അവര് മോ എന്നാണ് പറയാറുള്ളത്. അതുകൊണ്ടാണ് മോശ എന്ന് ബൈബിളിലൊക്കെ നമുക്ക് കാണാവുന്നത്. ഇതിനെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അങ്ങനെ പേര് കിട്ടാനുള്ള കാരണം മൂസ അഥവാ വെള്ളത്തിൽ നിന്ന് കിട്ടിയ ആളെന്നാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര് അബ്രഹീം എന്ന വാക്യം നിന്നാണ് വന്നിട്ടുള്ളത്. കരുണയുള്ള പിതാവ് എന്നാണ് ഇബ്രാഹിം എന്നതിന്റെ അർത്ഥം. ഓരോ പേരിന്റെയും ഓരോന്നിന്റെയും പിന്നിൽ ഹിക്മത്തുണ്ട്. അങ്ങനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ച ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അവിടുത്തെ അനുയായികളെയും അല്ലാഹു തആല ഉയർത്തുകയാണ്. വനുമക്കിന ലഹും ഫിൽ അർളി വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ മിൻഹും മാ കാനൂ യഹ്ദറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ ശ്രേണിയിലേക്ക് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അവിടുത്തെ അനുയായികളെയും കൊണ്ടുവരികയാണ്. കഷ്ടപ്പെട്ടുകൊണ്ട് ആ നാട്ടിലെ ക്രൂരമായ പണികൾ എടുപ്പിച്ചു. ഇന്ന് നമുക്ക് കാണാം, ലോകത്തിൽ അത്ഭുതമായി കാണുന്ന ഈജിപ്തിലെ പിരമിഡുകൾ അത് ഈ ഇസ്രയേലുകാരുണ്ടാക്കിയതാണ്.
കിബുത്തികളായ ആളുകള് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ കുടുംബാദികളെ കൊണ്ട് നാട്ടുകാരെ കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് പണിയിപ്പിച്ചുണ്ടാക്കിയതാണ്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നതെന്നറിയോ സഹോദരങ്ങളെ? മഹാനായ സയ്യിദുനാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ജാമിഉൽ അഹ്കാം നോക്കിക്കഴിഞ്ഞാൽ കാണാം, വഹറംനാ അലൈഹിൽ മറാദിയ മിൻ ഖബ്ൽ ഫഖാലത് ഹൽ അദുല്ലുകും അലാ അഹ്ലി ബൈതി യക്ഫുലൂനഹു ലകും വഹും ലഹു നാസിഹൂൻ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 30 വർഷക്കാലം ആ കൊട്ടാരത്തിൽ ജീവിച്ചു. അതിനുശേഷം അവിടെ നിന്നുകൊണ്ട് പോരുന്ന സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതാവ്, അവരെ പോലെ ലോകത്തൊരു സ്ത്രീയുമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറയുകയുണ്ടായി, കമസലി ഉമ്മി മൂസ, മൂസായുടെ ഉമ്മാനെ പോലെ വേറൊരു സ്ത്രീയും ലോകത്തില്ല. തഅഖുദു അജ്റഹാ വതൂദി വലദഹാ. കാരണം സ്വന്തം മകന് പാല് കൊടുത്തതിന്റെ പേരിൽ ശമ്പളം വാങ്ങിയ ഒരേ ഒരു സ്ത്രീ അവര് മാത്രമാണ്. മാത്രമല്ല വലഹാ അജ്റുൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ അവർക്ക് വലിയ സ്ഥാനമാനമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതാവിനെയും സഹോദരങ്ങളെയും ഒക്കെ വിട്ടുകൊണ്ട് മൂസാ നബി അവിടെ നിന്നുകൊണ്ട് പോരുകയാണ്. യുഹാനിദ് എന്നായിരുന്നു അവരുടെ പേര്. യുഹാനിദ് എന്നായിരുന്നു അവരുടെ പേര്. അതേപോലെ തന്നെ കുൽസും എന്നായിരുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരിയുടെ പേര്. അവിടെ നിന്നുകൊണ്ട് പോന്ന മൂസാ നബി അലൈഹി സ്വലാം അതിന് പ്രത്യേകമായ കാരണമുണ്ടായിരുന്നു. ഫറാവദ്നാഹു ഇലാ ഉമ്മിഹി കൈ തഖറ ഐനുഹാ വലാ തഹ്സൻ വലിതഅലമ അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ വലമ്മാ ബലഗ അശുദ്ധഹു വസ്തവ ആതൈനാഹു ഹുക്മൻ വഇൽമാ വകദാലിക നജ്സിൽ മുഹ്സിനീൻ വദഖല المدينة على حين غفلة من أهلها فوجد فيها رجلين يقتتلان. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്നുകൊണ്ട് എല്ലാവരും കൈലൂലത്തിന്റെ ഉറക്കം ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത്, നാട്ടിലേക്ക് വരുന്ന സമയത്ത്, പട്ടണത്തിലേക്ക് വരുന്ന സമയത്ത്, രണ്ട് മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ്. ഒരാള് കിബ്തി വംശജനാണ്, മറ്റൊരാള് ഇസ്രായേലുകാരനാണ്, കൻആൻ ദേശക്കാരനാണ്. രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഒരാളെ കൊണ്ട് മറ്റേയാള് കഷ്ടപ്പെട്ടു പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീർ ഖുർത്തുബിയുടെ 13-ാം വാള്യം 261-ാമത്തെ പേജിൽ ഈ സംഭവം വിവരിച്ചുകൊണ്ട് മഹാനവറുകൾ പറയുന്നുണ്ട്, ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൈകൊണ്ട് ഈ മനുഷ്യരെ ഒരു ഇടിയങ്ങ് കൊടുത്തു. പറഞ്ഞിട്ട് കേൾക്കാതെ വന്നപ്പോ പ്രശ്നക്കാരനായ പാവപ്പെട്ട മനുഷ്യനെ ഉപദ്രവിക്കുന്ന ആളെ ഒരു ഇടിയങ്ങ് കൊടുത്തു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ സമയം തന്നെ അയാൾ അവിടെ നിന്ന് മരിച്ചു വീഴുകയാണ്. അത് പിശാചിന്റെ ഭാഗത്തു നിന്നുള്ള ഉപദ്രവമാണെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചറിയുകയാണ്. നമുക്കൊക്കെ പലപ്പോഴും പെട്ടെന്ന് ദേഷ്യം വരാറുണ്ട്. ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടാണ് നമ്മളൊക്കെ ചിന്തിക്കാറുള്ളത്. നമുക്ക് ദേഷ്യം വരുന്ന ആ സമയത്ത് പിശാച് നമ്മോടൊപ്പം കൂടിയിട്ടാണ് നമ്മളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സ്ഥലത്ത് നിന്നുകൊണ്ട് രക്ഷപ്പെട്ടു പോവുകയാണ്. ഇന്ന് അവിടെ വലിയൊരു യൂണിവേഴ്സിറ്റി കാണാം. കെയ്റോയിൽ ചെന്ന് കഴിഞ്ഞാൽ ജാമിയത്തുൽ ഐൻ എന്ന പേരില് ഐൻ ഷംസിലെ കൊട്ടാരം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു അത്. ഇന്ന് അവിടെ ഒരു യൂണിവേഴ്സിറ്റി കാണാം. ആ സ്ഥലത്ത് വെച്ചാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ മനുഷ്യനെ മർദ്ദിച്ചത്. ഒരടിയങ്ങ് കൊടുത്തു, അപ്പൊ അയാളങ്ങ് വീഴുകയാണ്. ഉടൻ തന്നെ അവിടെ നിന്നുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നാട് വിട്ടുകൊണ്ട് പോവുകയാണ്. അല്ലാഹുവോട് കേണു പറഞ്ഞു, പടച്ചോനെ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഖാല റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലി ഫഗ്ഫർ ലഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖാല റബ്ബി ബിമാ അൻഅംത അലയ്യ ഫലൻ അകൂന ളഹീറൻ ലിൽ മുജ്രിമീൻ. അല്ലാഹുവേ, തെറ്റുപറ്റിപ്പോയി, മനഃപൂർവ്വം ചെയ്തതല്ല റബ്ബേ, എനിക്ക് നീ പൊറുത്തു തരണേ എന്ന്
കരഞ്ഞുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കരഞ്ഞു പറയുകയാണ്. മുഅ്ജമുൽ ബുൽദാൻ എന്ന ഗ്രന്ഥത്തിന്റെ 5-ാം വാള്യം 77-ാമത്തെ പേജിൽ കാണാം. അവിടെ നിന്ന് നേരെ പോയത് തബൂക്കിന്റെ ഭാഗത്തേക്കാണ്. തബൂക്കിൽ നിന്ന് 6 മർഹല ദൂരം, കൈറോയിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്ററുകൾക്കപ്പുറം മദീന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ചെല്ലുകയാണ്. മദീനയിലേക്ക് ചെന്നു. ദാഹത്തോടുകൂടി ചെല്ലുന്ന സമയത്ത് അവിടെ കാണുന്നത് ഒരു കിണറാണ്. അവിടെ ചെന്നപ്പോൾ 2 പെൺകുട്ടികള് വെള്ളം കോരാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആട്ടിടയന്മാര് തങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുമ്പോ ഈ പെൺകുട്ടികൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്തേ വെള്ളം കോരാതെ മാറി നിൽക്കുന്നത്? അപ്പൊ ഈ പെൺകുട്ടികൾ പറഞ്ഞു, ഞങ്ങളുടെ പിതാവ് പ്രായമുള്ള ആളാണ്, ജോലിയെടുക്കാനൊന്നും വയ്യ. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഞങ്ങള് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. ആണുങ്ങൾ വെള്ളം കോരുന്നിടത്ത് ഞങ്ങൾ അവിടെ കയറി വെള്ളം കോരുന്നത് ശരിയല്ലല്ലോ. അപ്പോ മഹാനായ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് വെള്ളം കോരി കൊടുക്കുകയാണ്. ഫസകാലഹുമാ ثم تولى الى الظل فقال ان ربي اني لما انزلت الي من خير فقير. പടച്ചോനെ, ഞാൻ ഫക്കീറാണ് റബ്ബേ, ഒന്നുമില്ലാതെ കൊട്ടാരത്തിൽ കഴിഞ്ഞ ഞാൻ എല്ലാം വിട്ടേച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് റബ്ബേ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് കരഞ്ഞിട്ട്, റബ്ബേ എനിക്ക് ഇതിന്റെയൊക്കെ പ്രതിഫലം തരണമെന്ന് പറയുകയാണ്. അപ്പോ ഫജാഅതു ഇഹ്ദാഹുമാ تمشي على استحياء قالت ان ابي يدعوك ليجزيك اجر ما سقيت لنا فلما جاءه وقص عليه القصص قال لا تخف. ആ പെൺകുട്ടി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, ഞങ്ങളുടെ പിതാവ് കൂലി തരാൻ വേണ്ടി വിളിക്കുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരണമെന്ന് പറയുകയാണ്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അവരോടൊപ്പം പോകുന്നു. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് ദുആരക്കുന്നു, ഖാല ലാ തഖഫ് നജൗത മിനൽ ഖൗമി ളാലിമീൻ, അക്രമികളിൽ നിന്ന് എന്നെ കാക്കണേ എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ ദുആരക്കുകയാണ്. ബഹറുൽ മുഹീത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം, അങ്ങനെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചു കൊണ്ടുപോയത് പ്രവാചകനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീട്ടിലേക്കാണ്. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. പ്രബലമായ അഭിപ്രായം അനുസരിച്ചുകൊണ്ട് ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീടായിരുന്നു അതെന്നാണ് പറയുന്നത്. അങ്ങനെ വീട്ടിലേക്ക് ചെന്ന സമയത്ത് ഒരൊറ്റ കണ്ടീഷനാണ് ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്. ഖാല ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദ ബനതയ ഹാതൈനി അലാ അൻ തഅജുറനി 8 ഹിജ്ജ്. എൻ്റെ വീട്ടിൽ 8 വർഷക്കാലം നിങ്ങൾ നിൽക്കണം. ഇനിയോ ഫൈൻ അത്മംത അശ്റൻ ഫമിൻ ഇന്ദിക, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ 10 കൊല്ലം നിൽക്കാം. അങ്ങനെ നിന്നാൽ എന്റെ ഈ സുന്ദരിയായ മോളുണ്ടല്ലോ, ആ മോളെ നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു തരാമെന്ന് പറയുകയാണ്. വമാ ഉരീദു അൻ അശുക അലൈക സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാലിഹീൻ ഖാല ദാലിക ബൈനി വബൈനക. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു, ഒക്കെ ശരിയാണ്, ഞാൻ അംഗീകരിച്ചു, പക്ഷേ നിങ്ങൾ വാക്ക് മാറരുത്, അല്ലാഹു എല്ലാം കാണുന്നുണ്ട് എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ് 10 വർഷക്കാലം അവിടെ ജോലി ചെയ്യുകയാണ്. 40-ാമത്തെ വയസ്സ് പ്രായമാകുമ്പോഴാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സഫൂറ ബീവിയെ വിവാഹം കഴിക്കുന്നത്. അതിനുശേഷം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം വലിയ മാറ്റങ്ങളാണ്. സൂറത്തുൽ ത്വാഹയിലും അതുപോലെ തന്നെ സൂറത്തുൽ ഖസസിന്റെ തുടർന്നുള്ള ആ വാക്യങ്ങളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ച നമുക്ക് ആ വിഷയം പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരുപാട് പാഠമുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞ ഒരു പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സത്യത്തിന് വേണ്ടി നിലകൊണ്ടു. സത്യത്തിന് വേണ്ടി നിലകൊണ്ടതോടൊപ്പം തന്നെ ആ സത്യം തുറന്നു പറഞ്ഞു. അതിന്റെ പേരിലാണ് പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായത്. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം
ആധുനിക ലോകത്ത് ജീവിക്കുന്ന ആളുകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യകൂലുൽ മുസ്ലിമൂന മുസ്താത്തിൻ അവസാന കാലഘട്ടമാകുമ്പോൾ രണ്ട് വിഭാഗം ആളുകൾ വരും. രണ്ട് വിഭാഗം ആളുകള് അത് സമൂഹത്തിന്റെ രാജ്യത്തിന്റെ ഇസ്ലാമിക ഭരണാധിപന്മാരാണെങ്കിൽ തന്നെയും രണ്ട് വിഭാഗം ആളുകൾ. ഒരു വിഭാഗം ആളുകൾ ഈമാനിന്റെ ആൾക്കാരായിരിക്കും. വേറൊരു വിഭാഗം ആളുകൾ നിഫാഖ് കാപ്പറ്റ്യത്തിന്റെ ആളുകളായിരിക്കും. ദീനിന്റെ പേരിലൊക്കെ അവർ നിലകൊള്ളും. പക്ഷേ അവസരം കിട്ടുന്ന സമയത്ത് ഇസ്ലാമിന്റെ ബദ്ധവൈരികളോടൊപ്പം അവർ കൂട്ടുകൂടും. എന്നിട്ട് ഇസ്ലാമിനെ ഒറ്റിക്കൊടുക്കുമെന്ന് 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ലേ സഹോദരങ്ങളെ? അധികാരത്തിന്റെ അപകർഷണത്തിന് വേണ്ടിയിട്ട്, അധികാര കസേരകൾക്ക് വേണ്ടിയിട്ട് മുസ്ലിം രാജ്യങ്ങളിലുള്ള ആളുകൾ പാവപ്പെട്ടവരായ ഫലസ്തീനികൾക്ക് വേണ്ടി ശബ്ദിക്കാതെ ലോക പോലീസ് ചമയുന്ന ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങളെ ഇവിടെ നിന്നുകൊണ്ട് ഉന്മൂലനം ചെയ്യാൻ പ്രവർത്തിക്കുന്ന വിധ്വംസകവാദികളായ ആളുകളോടൊപ്പം കൂട്ടുകൂടുന്ന വൃത്തികെട്ട കപട രാഷ്ട്രീയം കളിക്കുന്ന ഈ ആധുനിക സമൂഹത്തിന്റെ മുമ്പിലേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കെല്ലാം മാതൃകയാണ്. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന് ഹബീബായ നബി തങ്ങൾ പറയുകയുണ്ടായി. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവചരിത്രവുമായി ഏറ്റവും ബന്ധപ്പെട്ട ഒരു മാസമാണ് പരിശുദ്ധമായ മുഹറം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു ഒരുപാട് ആദരവ് കൊടുത്ത മാസം. ഫറോവയുടെ ആ കുതന്ത്രങ്ങളിൽ നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. അതുപോലെ ഒരുപാട് പ്രവാചകന്മാർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായ മാസമാണ് ശഹ്റുല്ലാഹിൽ മുഹറം. അല്ലാഹുവിന്റെ മാസമാണെന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. അർബഅത്തുൻ ഹുറും മിൻഹാ അൽ മുഹറം. 4 മാസങ്ങളിൽ യുദ്ധം പാടില്ലാത്തതുണ്ട്. അതിൽ ഒന്ന് മുഹറമാണെന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. അഫ്ളലു സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പ് നോക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ മാസം അത് മുഹറമാണെന്നാണ് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ഒരുപാട് ഹദീസുകൾ കാണാം. അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം മുഹമ്മദ് മുസ്നദിലെ 1335ാമത്തെ ഹദീസായി രേഖപ്പെടുത്തുന്നുണ്ട്. ഒരാൾ വന്നുകൊണ്ട് നബി തങ്ങളോട് ചോദിച്ചു, അഖ്ബിർനി ബിശഹരി അസൂമുഹു ബഅദ റമളാൻ. റമളാൻ കഴിഞ്ഞ പിന്നെ നോമ്പ് നോക്കാൻ ഏറ്റവും ശ്രേഷ്ഠം ഏതാണെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫസുമിൽ മുഹറം ഫഇന്നഹു ശഹ്റുല്ലാഹി വഫീഹി യൗമുൻ ബഅദ ഫീഹി അലാ ഖൗമിൻ വയതാബു ഫീഹി അലാ ആഖിരീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹറം മാസത്തിൽ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ആശുറായിന്റെയും മുഹറം 10ന്റെയും 9ന്റെയും ദിവസത്തിൽ നോമ്പ് നോറ്റാൽ ഒരുപാട് പ്രതിഫലമാണ്. യുകഫിറു സനത്തൽ മാദിയ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ദോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുപ്പിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുഹറം 9ഉം 10ഉം ഒക്കെ നമ്മൾ നോമ്പ് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ മൻ വസഅല ഖിയാലിഹി യൗമ ആശുറാ, ആശുറാ ദിവസം വരുമ്പോൾ മുഹറം 10ന്റെ അന്ന് വീട്ടിലുള്ള ആളുകൾക്കൊക്കെ വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ ലം യസൽ ഫീ സഅതി സായിരി സനതിഹി, ആ കൊല്ലം മുഴുവൻ അല്ലാഹു തആല അവന്റെ റിസ്കിൽ വിശാലത ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുക. കഴിഞ്ഞ സ്വലാത്ത് ദിക്റിന്റെ അന്ന് വിശദമായിട്ട് ഈ വിഷയം സംസാരിച്ചിരുന്നു. നിലാവ് കണ്ടതുമായി ബന്ധപ്പെട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കുന്നു. അപ്പൊ അതിന്റെ വസ്തുതകളൊക്കെ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ വിഭാഗത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇപ്പൊ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ നാടുകളിൽ പല ആശയങ്ങളും പല ആദർശങ്ങളും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഓരോ വിഭാഗങ്ങൾക്കും അവരുടേതായ തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മഹല്ല് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ പോകുന്ന മഹല്ലാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ നിലാവ് കാണാത്തത് കൊണ്ട് തന്നെ, നിലാവ് കണ്ടതായ വിവരങ്ങൾ ലഭിക്കാത്തത് കൊണ്ട് തന്നെ വെള്ളിയാഴ്ച മുഹറം 1 നമ്മൾ ആരും അറിഞ്ഞില്ല. അതിനുശേഷമാണ് പിന്നീട് ഒരു വിഭാഗം ആളുകൾ പ്രഖ്യാപിച്ചത്. അപ്പൊ അവരുടേതായിട്ടുള്ള തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ അതിന്റെ പേരിൽ തർക്കിക്കുകയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ പരസ്പരം നമ്മൾ
അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഛിദ്രതയുണ്ടാകുന്ന രൂപത്തിലുള്ള അഭിപ്രായങ്ങളിലേക്കൊന്നും നമ്മൾ കടന്നു പോകാതെ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ഐക്യം, ദീനിന്റെ ഐക്യം ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച മുഹറം 9, അതേപോലെ തന്നെ തിങ്കളാഴ്ച മുഹറം 10 വരുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ നോമ്പുകൾ അനുഷ്ഠിക്കുവാനും അതുപോലെ തന്നെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുവാനും വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ.